ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവരായിരിക്കുന്ന അത്രയും നാളുകൾ, ജീവനോടുള്ള അത്രയും നാളുകൾ, ഓരോ ദിവസവും അവനവൻ്റെ ആത്മീയ അന്തരീക്ഷം, ആത്മീയ നിലവാരം പരിശോധിച്ച് വളർച്ച ഉണ്ടോ, വളർച്ചയില്ലയോ, തളർച്ചയാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നേറേണ്ടത് ആവശ്യമാണ്. വളർച്ച ഉണ്ടെങ്കിൽ അതിൽ നിഗളിക്കേണ്ട കാര്യമില്ല. വളർച്ചയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോയല്ലോ, ഇനി മുന്നേറാൻ കഴിയത്തില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിഗളിക്കുന്ന അനുഭവങ്ങൾ ആർക്കുണ്ടായിട്ടുണ്ടെങ്കിലും അവർ നിലത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇനി പരാജയത്തിൽ നിന്ന് കരകയറുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോ, അവർക്കും രക്ഷപ്പെടുവാൻ പ്രയാസമാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയിലും പരാജയ അനുഭവങ്ങളിലും വീണ്ടും ദൈവത്തിലേക്ക് നാം തിരിയുമെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേര് മാറും, നമ്മുടെ അവസ്ഥ മാറും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അവസ്ഥയിലും അവർക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമെന്നാണ്. ഇത് വെറും പറച്ചിൽ മാത്രമാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വായിച്ച വാക്യത്തിലെ ചില കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്കായിട്ടെടുക്കണം. ഒന്നാമത്തെ പദവി വാസ്തവമാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാളും ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ്, ഭാഗ്യവാൻ തന്നെയാണ്. എന്നാൽ ഭാഗ്യവാനാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, യഹോവയിൽ ആശ്രയിക്കുന്നുണ്ടോ, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് വാസ്തവമായി തിരിച്ചറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അതിൻ്റെ അർത്ഥം, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരാൾ, ദൈവത്തിൽ ആശ്രയമുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ഒരാൾ ഏത് ജീവിത സാഹചര്യങ്ങൾ, ഏതെല്ലാം നിലകളിൽ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞാലും, വിചാരിക്കാത്ത നിലയിലുള്ള പ്രതികൂലങ്ങളിനുള്ളിൽ കടന്നു പോകേണ്ടി വന്നാലും ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും അവർ. വരൾച്ചയുള്ള കാലത്തും നമുക്കറിയാം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് നല്ല പച്ചിപ്പുണ്ടായിരിക്കും. തന്നെയുമല്ല, ഏത് വരൾച്ചയുള്ള കാലത്തും അത് ഒട്ടും വാട്ടം തട്ടുകയില്ല എന്ന് മാത്രമല്ല, അത് ഫലം കായ്ച്ചു കൊണ്ടുമിരിക്കും. നമുക്ക് വലിയ വാട്ടം തട്ടുന്നില്ല എന്നോർത്ത് നമ്മളാരും സന്തോഷിക്കേണ്ട. ഫലം കായ്ക്കാത്തടത്തോളം കാലം വാട്ടം തട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതെ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മൾ കായ്ക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല പച്ചയായും വാട്ടം തട്ടാതെയും ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പല കാര്യങ്ങൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാം. 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഉഷ്ണം തട്ടുമ്പോഴും വാട്ടം തട്ടാതിരിക്കണമെങ്കിൽ യഹോവ എൻ്റെ മുമ്പിലുണ്ട്, അവൻ എൻ്റെ വലതുഭാഗത്തുണ്ട് എന്ന ഉറപ്പ് നാം ഓരോരുത്തരും പ്രാപിച്ചിരിക്കണം. അടുത്ത കാര്യം, അതും ദാവീദിൻ്റെ പ്രസ്താവന തന്നെയാണ്. 34-ാം സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ സങ്കീർത്തനങ്ങളൊക്കെ രചിച്ച പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞ വാക്കുകളുടെ വില നാം തിരിച്ചറിയുന്നത്. എപ്പോഴും ദൈവസ്തുതികൾ ഉയരത്തക്ക നിലകളിലുള്ള അനുഗ്രഹീതമായ അനുഭവമായിരുന്നില്ല ദാവീദിൻ്റെ ജീവിതത്തിലുടനീളം. മറ്റ് സാധാരണക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ ഒത്തിരി ക്ലേശകരവും പ്രതികൂലം നിറഞ്ഞതുമായ സാഹചര്യമായിരുന്നു രാജാവായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. എന്നിട്ടും താൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേൽ ഇരിക്കും എന്നും തന്നെയാണ്. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടപ്പോൾ അവർ ചെയ്തതെന്തെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്.
അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? അതിൻ്റെ അനന്തരഫലമെന്നോണം അവിടെ സംഭവിച്ച അത്ഭുതവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല. ജീവിതത്തിൽ പ്രതികൂലമുണ്ടാകത്തില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകത്തില്ലെന്നല്ല, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി ഉപരിയായി ഒക്കെ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അപ്പോഴും ഞാൻ യഹോവയിൽ ആശ്രയിക്കുമെന്ന്, ഞാൻ യഹോവയിൽ തന്നെ ആശ്രയിക്കുമെന്ന്, യഹോവ തന്നെ എൻ്റെ ആശ്രയമായിരിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നേറാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വന്നാലും യഹോവയിൽ തന്നെ ആശ്രയം വെച്ച് മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.